കുടുംബത്തിന്റെ ആവശ്യപ്രകാരമാണ് വിവഞ്ചികയുടെ റീപോസ്റ്റ്മോർട്ടം തിരുവനന്തപുരം മെഡിക്കൽ കോളേജിൽ നടത്തിയത്. ഇൻക്വസ്റ്റ് നടപടികൾക്ക് ശേഷം ശരീരത്തിൽ ചതവുകൾ കണ്ടെത്തിയതായി പോലീസ് അറിയിച്ചു. റെഡ് കോർണർ നോട്ടീസും അതുപോലെ തന്നെ ലുക്കൌട്ട് സർക്കുലറും ഒക്കെ പുറപ്പെടുവിച്ച് ആണ് മറ്റ് നടപടികളിലേക്ക് പോകുന്നത്. പ്രത്യക്ഷത്തിൽ കുറച്ച് ചതവുകളൊക്കെ കാണുന്നുണ്ട്. അതിന് ഡോക്ടറുടെ പോസ്റ്റ്മോർട്ടം തുടർ നടപടികൾ കഴിഞ്ഞതിന് ശേഷമേ അതിനെക്കുറിച്ച് പറയാൻ പറ്റത്തുള്ളൂ. മരണത്തിലെ ദുരൂഹത നീക്കണമെന്നും പ്രതി നിതീഷിനെ നാട്ടിലെത്തിക്കാനുള്ള നടപടികൾ സർക്കാർ സ്വീകരിക്കണമെന്നും വിവഞ്ചികയുടെ സഹോദരൻ. ശക്തമായിട്ട് കേസുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് തീരുമാനം. കാരണം മാനസികമായിട്ട് ഭയങ്കര പീഡനങ്ങൾ അനുഭവിച്ചിട്ടുണ്ട് എൻ്റെ അനിയത്തി. അതിന് നീതി എന്തായാലും ഉണ്ടാവണം. ഭർത്താവ് നിതീഷിന്റെയും ഭർത്തൃ കുടുംബാംഗങ്ങളുടെയും കൊടിയ പീഡനം മകൾ ജീവനൊടുക്കാൻ കാരണമായെന്നാണ് വിവഞ്ചികയുടെ കുടുംബത്തിന്റെ ആരോപണം. മരണത്തിന് തൊട്ടുമുൻപ് വിവഞ്ചിക അഭിഭാഷകൻ അയച്ച ഓഡിയോ സന്ദേശവും ദുരൂഹത വർദ്ധിപ്പിക്കുന്നുണ്ട്. എനിക്ക് ആദ്യം കിട്ടുന്ന വളരെ ഫീബിളായിട്ടുള്ള മെസ്സേജാണ്. പക്ഷേ ഭയം ഏറെ ഇല്ലാതെ തന്നെയാണ് സംസാരിച്ചിരിക്കുന്നത്. പക്ഷേ പതുക്കെയാണ് സംസാരിക്കുന്നത്. ദാറ്റ് മീൻസ് ആരുടെയോ പ്രസൻസ് ആ വീട്ടിൽ ഉണ്ടായിരുന്നു എന്ന് തന്നെയാണ് ഞാൻ അനുമാനിക്കുന്നത്. കഴിഞ്ഞ ദിവസം അർദ്ധരാത്രിയിലാണ് വിവഞ്ചികയുടെ മൃതദേഹം തിരുവനന്തപുരം വിമാനത്താവളത്തിൽ എത്തിച്ചത്. വൈകിട്ട് കൊല്ലത്തെ വീട്ടിൽ സംസ്കാര ചടങ്ങുകൾ നടന്നു. ഇക്കഴിഞ്ഞ 7-നാണ് വിദേശത്തെ താമസ സ്ഥലത്ത് വിവഞ്ചികയെയും മകൾ വൈഭവിയെയും മരിച്ച നിലയിൽ കണ്ടെത്തിയത്. മാതൃഭൂമി ന്യൂസ്, തിരുവനന്തപുരം.